ഫെബ്രുവരി 1 കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുന്ന ബജറ്റിലേക്ക് ഇന്ത്യ ഉറ്റുനോക്കുന്നത് വലിയ പ്രതീക്ഷകളോടെയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സ്വർണത്തിന്റെ ഇറക്കുമതി തീരുവയായി ബന്ധപ്പെട്ട പ്രഖ്യാപനം. ആഗോള വിപണിയിൽ സ്വർണ്ണവില കുതിച്ചുയരുന്ന സാഹചര്യത്തിൽ ഇന്ത്യയിലെ സാധാരണക്കാരെയും നിക്ഷേപകരെയും ജ്വല്ലറി വ്യവസായികളെയും സംബന്ധിച്ചിടത്തോളം ഈ ബജറ്റ് ഏറെ നിർണായകമാണ്. കഴിഞ്ഞ വർഷം ആഗോള സ്വർണ്ണവിലയിൽ 67% വർധനവാണ് ഉണ്ടായത്. 1979 ശേഷമുള്ള ഏറ്റവും വലിയ വാർഷിക വർധനവാണിത്. US പലിശ നിരക്കിലെ കുറവ്, ഡോളറിന്റെ മൂല്യത്തിലുണ്ടായ ഇടിവ്, ആഗോള രാഷ്ട്രീയ അസ്ഥിരത എന്നിവയാണ് സ്വർണത്തെ റെക്കോർഡ് വിലയിലേക്ക് എത്തിച്ചത്. സ്വർണത്തിന് എപ്പോഴും വലിയ ഡിമാൻഡുള്ള ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ വിലക്കയറ്റം വലിയൊരു വെല്ലുവിളിയാണ്. 2024 ജൂലൈയിൽ സർക്കാർ ഇറക്കുമതി തീരുവ 15% നിന്ന് 6% കുറച്ചിരുന്നു. ഇത് ആഭ്യന്തര വിപണിയിൽ വില കുറയാനും ആഭ്യന്തര വിൽപ്പന വർദ്ധിക്കാനും സഹായിച്ചു. എന്നാൽ നിലവിൽ ആഗോള വില റോക്കറ്റ് പോലെ കുതിക്കുന്നതിനാൽ 6% നികുതിയും 3% GSTയും അടക്കം വാങ്ങുമ്പോൾ ഉപഭോക്താക്കൾക്ക് വലിയ തുക നൽകേണ്ടി വരുന്നു. ഇത് വീണ്ടും സ്വർണ്ണ കള്ളക്കടത്ത് വർദ്ധിക്കാൻ കാരണമാകുന്നുവെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. 1 കിലോ സ്വർണം കടത്തിയാൽ 11.5 ലക്ഷം രൂപയോളം ലാഭം ലഭിക്കുമെന്നത് കള്ളക്കടത്തുകാരെ ആകർഷിക്കുന്നുമുണ്ട്. ഈ സാഹചര്യത്തിൽ ഇറക്കുമതി തീരുവ ഇനിയും കുറയ്ക്കണമെന്ന ആവശ്യം വിപണിയിൽ ശക്തമാണ്. തീരുവ കുറയ്ക്കുന്നത് ഉൽപാദന ചെലവ് കുറയ്ക്കാനും ആഭരണ കയറ്റുമതിയിൽ ഇന്ത്യൻ നിർമ്മാതാക്കൾക്ക് ആഗോളതലത്തിൽ കൂടുതൽ മത്സരക്ഷമത കൈവരിക്കാനും സഹായിക്കും. എന്നാൽ രാജ്യം നേരിടുന്ന കറന്റ് അക്കൗണ്ട് കമ്മി സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന സർക്കാർ പെട്ടെന്നൊരു നികുതി കുറയ്ക്കലിന് തയ്യാറാകുമോ എന്ന കാര്യത്തിൽ സാമ്പത്തിക വിദഗ്ധർക്ക് സംശയമുണ്ട്. ചുരുക്കത്തിൽ ഡോളറിന്റെ കരുത്തും ആഗോള സാമ്പത്തിക സാഹചര്യങ്ങളും വിലയെ ബാധിക്കുമെങ്കിലും ബജറ്റിലെ ചെറിയൊരു പ്രഖ്യാപനം പോലും ഇന്ത്യൻ വിപണിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയേക്കാം. നികുതി കുറച്ചാൽ അത് സാധാരണക്കാർക്ക് വലിയ ആശ്വാസമാകുമെങ്കിലും നിലവിലെ സാമ്പത്തിക സാഹചര്യം കണക്കിലെടുക്കുമ്പോൾ വലിയ മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യത കുറവാണെന്നാണ് പൊതുവായ വിലയിരുത്തൽ. അതേ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ എല്ലാം ബജറ്റ് പ്രഖ്യാപനങ്ങളെ ആശ്രയിച്ചിരിക്കും. ഫെബ്രുവരി 1 ധനമന്ത്രിയുടെ പ്രസംഗം കഴിയുന്നതോടെ വിപണിയുടെ യഥാർത്ഥ ചിത്രം വ്യക്തമാക്കും.